എറണാകുളം നഗരത്തിൽ സാധാരണക്കാരുടെ ആശ്രയമായ മഹാരാജാസ് താലൂക്ക് ആശുപത്രി നാശത്തിന്റെ വക്കിലാണ്. മതിയായ ചികിത്സാ സൗകര്യങ്ങൾ ഇല്ലാതായതോടെ ആശുപത്രി തകർച്ചയുടെ വക്കിലെത്തിക്കഴിഞ്ഞു. പശ്ചിമ കൊച്ചിയിലെ ജനങ്ങൾ ഉൾപ്പെടെ ആശ്രയിച്ചിരുന്ന താലൂക്ക് ആശുപത്രി ഇപ്പോൾ തെരുവുനായ്ക്കളുടെ വിഹാര കേന്ദ്രമാണ്. മഹാരാജാസ് താലൂക്ക് ആശുപത്രിയിലെത്തുന്നവർക്ക് ചികിത്സ ലഭിക്കാതെ മടങ്ങേണ്ട അവസ്ഥയാണ്. മതിയായ ഉപകരണങ്ങളുടെയും ജീവനക്കാരുടെയും കുറവ് ആശുപത്രിയുടെ താളം തെറ്റിച്ചിട്ട് നാളുകളായി. അധികാരികൾ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന ആക്ഷേപവും ശക്തമാണ്. കൊച്ചിക്കാർക്ക് നമുക്ക് ഇവിടെ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടണം. മറ്റുള്ള ഹോസ്പിറ്റലിൽ പോകാതിരിക്കാനുള്ള സംവിധാനം വേണം. മെയിനായിട്ട് ഇവിടെ കുറേ രോഗികളുണ്ട്. കൊച്ചിയിൽ എല്ലാവിധ രോഗികളുണ്ട്. ഇവർക്ക് ചികിത്സിക്കണമെങ്കിൽ നേരെ പോകേണ്ട ഒരു കോട്ടയം മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ജയർ ഹോസ്പിറ്റലിൽ പോയാൽ നേരെ കൊണ്ടുപോകണം കോട്ടയത്തേക്ക് അല്ലെങ്കിൽ പിന്നെ കളമശ്ശേരി ഹോസ്പിറ്റലിലേക്ക്. ആ കണ്ടീഷനിലേക്ക് മാറിക്കും. നമുക്കിപ്പോൾ അത്യാവശ്യം നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ കൊണ്ടുപോകണം. ഇവിടെ ട്രീറ്റ്മെൻറ്റ് കിട്ടണം. ആരോഗ്യരംഗത്ത് മികച്ച നേട്ടം കൈവരിക്കുന്ന കേരളത്തിലാണ് ഇങ്ങനൊരു ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. ആശുപത്രിയിൽ ഒരു ശസ്ത്രക്രിയ നടന്നിട്ട് മാസങ്ങളായി. പശ്ചിമ കൊച്ചിയിലെ ആളുകൾ കിടത്തി ചികിത്സയ്ക്കായി മറ്റ് ആശുപത്രികളെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. ഇവിടെ ഒരുപാട് ഡോക്ടർമാർ സർജൻ ഇല്ലാണ്ട് മാസങ്ങളായി. കുട്ടികളുടെ ഡോക്ടറാണെങ്കിൽ സ്ഥിരമായിട്ടില്ല. പിന്നെ മറ്റുള്ള ഒരുപാട് ഡോക്ടർമാരെ കുറവുകളുണ്ട്. ഒരു ചെറിയൊരു പനിയോ തലവേദനയോ വേദനയോ വന്നു കഴിഞ്ഞാൽ അപ്പോൾ എറണാകുളത്ത് ഒരു ഷിഫ്റ്റാണ്. ചെറിയൊരു ആക്സിഡൻറ്റ് പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ എറണാകുളം ഷിഫ്റ്റാണ്. 2 പാലങ്ങൾ കയറി ഇറങ്ങി എറണാകുളം ഇത്രയും തിരക്കുള്ള ഹോസ്പിറ്റലുകൾ ജനറൽ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ മരണം സംഭവിക്കുന്നതാണ്. ഇതിനൊരു അറുതി വരുത്തണം. രോഗികളുടെ വരവ് കുറഞ്ഞതോടെ ആശുപത്രി പരിസരവും കാട് കയറിയ നിലയിലാണ്. തെരുവുനായ്ക്കളുടെ കേന്ദ്രമായി ആശുപത്രി മാറി. ഉപയോഗശൂന്യവും അറ്റകുറ്റപ്പണികൾ നിലച്ചതുമായ കെട്ടിടങ്ങൾ പലതും അപകട ഭീഷണിയിലുമാണ്. ന്യൂസ് മലയാളം, കൊച്ചി.